കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടന് ആശ്വാസം. അദ്ദേഹം ₹1 പോലും വാങ്ങിയിട്ടില്ലെന്ന് അനന്തു. പാതിവില തട്ടിപ്പ് കേസിൽ മൂവാറ്റുപുഴ എംഎൽഎ മാത്യു കുഴൽനാടന് ആശ്വാസം. ഇദ്ദേഹത്തിന്റെ വാദം ശരിവെച്ചുകൊണ്ട് കേസിലെ പ്രതി അനന്തുവും രംഗത്ത് വന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴായിരുന്നു അനന്തുവിന്റെ പ്രതികരണം. മാത്യു കുഴൽനാടൻ എംഎൽഎ ₹1 പോലും വാങ്ങിയിട്ടില്ലെന്ന് അനന്തു വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് അനന്തു പറഞ്ഞു. രാഷ്ട്രീയക്കാരും ജുഡീഷ്യറിയിലെ ഉന്നതരുമടക്കം ഉൾപ്പെട്ട കേസായതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി വിധി പറയാനായി മാറ്റി. അതേസമയം തന്നെ അനന്തു കൃഷ്ണനിൽ നിന്ന് ₹1 പോലും വാങ്ങിയിട്ടില്ലെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മാത്യു കുഴൽനാടനും പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിനെതിരെയും മാത്യു കുഴൽനാടൻ തുറന്നടിച്ചു. അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയെന്ന് തെളിയിക്കാൻ റിപ്പോർട്ടർ ചാനലിനെ വെല്ലുവിളിക്കുകയാണെന്നും ഒരൊറ്റ പൈസ വാങ്ങിയിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ എംഎൽഎ പറഞ്ഞു. ഞങ്ങളുടെ റിപ്പോർട്ടർ ആ മൊഴി കണ്ടുവെന്നാണ് ചാനൽ പറയുന്നത്. എന്താണ് നിങ്ങളുടെ വിശ്വാസ്യതയെന്നും കുഴൽനാടൻ ചോദിച്ചു. അനന്തു കൃഷ്ണനിൽ നിന്ന് ₹1 പോലും വാങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഈ സമയം വരെ തന്റെ പേര് മൊഴിയിലില്ലെന്നാണ് പോലീസ് പറഞ്ഞത്. ഒരടിസ്ഥാനവുമില്ലാതെയാണ് തനിക്കെതിരെയുള്ള വാർത്തയെന്നും അദ്ദേഹം പ്രതികരിച്ചു. കൈരളി പോലും നൽകാത്ത വാർത്തയാണ് റിപ്പോർട്ടർ നൽകുന്നതെന്നും മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ ചാനൽ തനിക്കെതിരെ തെറ്റായ വാർത്ത നൽകിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. 7 ലക്ഷം രൂപയാണ് മാത്യു കുഴൽനാടൻ നൽകിയതെന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകിയെന്ന റിപ്പോർട്ടർ ചാനലിന്റെ പരാമർശത്തിലാണ് മാത്യു കുഴൽനാടൻ തുറന്നടിച്ചത്. കൈരളി TV നിങ്ങളെക്കാളും ഭേദമാണെന്നും അവർ അവരുടെ നയം വിട്ട് പെരുമാറില്ലെന്നും നിങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടമായെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി നിങ്ങൾ കാണിക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകും. സ്ഥാപിത രാഷ്ട്രീയം വെച്ചാണ് റിപ്പോർട്ടർ ചാനൽ ഇടപെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.